ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വല ഒഴുക്കി മീൻ പിടിക്കുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും തരിക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ തരുന്ന ആ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. മത്തി ആയിപ്പോയി, അവൻ തടിയെടുത്ത്. അടുത്തത് പാര, വറ്റ എന്നൊക്കെ പറയും, ചെറുതാ. അടുത്തവൻ മത്തി. ഒരു മീനും ഇല്ല ഇപ്പം കാര്യമായിട്ടുള്ള മീനില്ല. മഴ പെയ്തതുകൊണ്ടേ അടിയിൽ പുളി, മേലെ തണുത്ത വെള്ളം. അത് കാരണം കൊണ്ട് വെള്ളം രണ്ട് തരം ഒഴുക്കാണ്. അപ്പോൾ ഈ വേസ്റ്റ് ഇല, അത് ഇത് മുള്ളും ഒക്കെ വന്നിട്ട് വലയിൽ ഇങ്ങനെ തട്ടി നിൽക്കും. 10 മീൻ വലയിൽ കുടുങ്ങിയാൽ 2 മീനേ കിട്ടുള്ളൂ. അതാണ് ഇപ്പോഴത്തത്. ഇത് മണുങ്ങ് എന്ന് പറയും, മണുങ്ങ്. അടുത്തത് മത്തി എന്ന് പറയും, മത്തി. അത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ടൊരു ലൈക്ക് തരിക, ഒരു കമൻറ്റ് തരിക. അതെല്ലാം കാണുമ്പോൾ എനിക്ക് സന്തോഷമാകും. വറ്റ അഥവാ പാര. അടുത്തതും വറ്റപ്പാര, പാര വറ്റ. ഞങ്ങളുടെ നാട്ടിൽ പാര എന്നാട്ടാ, മറ്റ് പല സ്ഥലത്തും വറ്റ, പിന്നെന്തൊക്കെ പേരൊക്കെ ഉണ്ട്. തൽക്കാലം എനിക്ക് 2 പേരേ ഉള്ളൂ. അതും പാര. ഇത് 50 കണ്ണിയാണ് ഇതിൻ്റെ വീതി. പിന്നെ ഇത് 65ൻ്റെ വലയാണ്, സൈസ് 65. തിണ്ട നമ്മൾ ആദ്യം കണ്ടില്ലേ, ആ സാധനമാണ് ഈ സാധനം തിണ്ട. ഇതൊക്കെ ഇത്തരം വലയിൽ കിട്ടിയ ജീവൻ പോയില്ലോ. അത് ഈ വെള്ളത്തിൻ്റെ മാറ്റാണ് ജീവൻ പോണത്. അടിമേലല്ലേ വെള്ളത്തിൻ്റെ വര, അടിയിൽ നല്ല ഉപ്പ്, മേലെ തണുത്ത വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിന് ഒരു തരം എന്തൊക്കെ സ്വഭാവങ്ങൾ മാറും തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് 10 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം മീൻ ജീവൻ പോവും. ഇതിപ്പോൾ ഏറിപ്പോയിട്ട് വരട്ടിട്ട് ഒരു 15 മിനിറ്റായി ഉണ്ടാവുള്ളൂ. ഇത് നഷ്ടമാണ്. ഇത് വലൻ്റെ കണ്ണിയൊക്കെ ഇഷ്ടമാതിരി പൊട്ടിക്കും, ചാടി ഭയങ്കര ചാട്ടാണ്. എന്നാലും ഒരു ടേസ്റ്റുള്ള വ്യത്യസ്ത മീൻ കിട്ടിയെന്ന് മാത്രം. അപ്പോളേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് മറക്കല്ലേ. ഇത്രയും മീനാണ് കിട്ടിയത്. വൈകുന്നേരം 7 മണിക്ക് വന്നിട്ട് രാത്രി 10 മണിക്കാണ് കയറി പോണത്. ഇത്രയും മീനാണ് ആകെ കിട്ടിയുള്ളത്. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു.